നമസ്കാരം. എൻ ക്രിസ്റ്റോയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സ്പീച്ച് തെറാപ്പിസ്റ്റായ സാൻഡ്ര മറിയം സാമാണ്. ഇന്ന് സമൂഹത്തിലുള്ളതായ ഒരു പ്രധാന പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്കിടയിലുള്ള സ്പീച്ച് ഡിലേ എന്നത്. എന്താണ് സ്പീച്ച് തെറാപ്പി എന്നതിനെക്കുറിച്ച് വിശദമായി മാഡത്തിനോട് നമുക്ക് ചോദിക്കാം. മാഡം, എന്താണ് സ്പീച്ച് തെറാപ്പി? സ്പീച്ച് തെറപ്പി എന്ന് വെച്ചാൽ ഇപ്പോൾ സംസാരിക്കുന്നതിനുള്ള വൈകല്യമുള്ള ആളുകളെയും അല്ലെങ്കിൽ കോഗ്നിറ്റീവായിട്ട് ചിന്തിക്കാനുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും നമ്മൾ കൊടുക്കുന്ന ഒരു സെപ്പറേറ്റ് അലൈഡ് ഹെൽത്ത് സർവീസാണ് സ്പീച്ച് തെറപ്പി. അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് മേ ബി ഒരു കുട്ടിയുടെ ബുദ്ധി വളർച്ച ആയിക്കോട്ടെ, മേ ബി അവരുടെ ശ്രദ്ധിക്കാനുള്ള കഴിവായിക്കോട്ടെ, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിക്കോട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സ്പീച്ച് തെറപ്പി എന്നത് കുഞ്ഞുങ്ങളിൽ മാത്രം കാണുന്നൊരു കാര്യമല്ല. സ്പീച്ച് തെറപ്പി സ്പീച്ച് ഡിസോർഡേഴ്സ് കൊച്ചുകുട്ടികൾ തൊട്ട് പ്രായമായ ആൾക്കാർക്ക് വരെ, മേ ബി ഒരു സ്ട്രോക്കിന് ശേഷമാണെങ്കിൽ പോലും സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഡിസോർഡേഴ്സിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് ഹെൽത്ത് കെയർ സെക്ഷനാണ് സ്പീച്ച് തെറാപ്പി. കുഞ്ഞുങ്ങളിലെ സ്പീച്ച് ഡിലേ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഏത് പ്രായത്തിലാവാം കുഞ്ഞുങ്ങൾക്ക് സ്പീച്ച് ഡിലേ? നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞിട്ട് ഇന്നത് ഇത്ര ടൈമിനുള്ളിൽ കവർ ചെയ്യണം എന്നുള്ള കുറേ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അപ്പം നടക്കാനാണെങ്കിലും ഇരിക്കാനാണെങ്കിലും എല്ലാം മോട്ടോ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. എന്നതുപോലെ തന്നെ സ്പീച്ചിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് ഓരോ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അതായത് ഏകദേശം പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ആദ്യത്തെ വാക്ക്, മീനിങ് ഫുള്ളായിട്ടുള്ള ആദ്യത്തെ വാക്ക് 1 വയസ്സിനുള്ളിൽ സംസാരിച്ചിരിക്കണം. അതുപോലെ 2 വയസ്സിനുള്ളിൽ കുട്ടി 2 വാക്കുകൾ ചേർത്ത് സംസാരിച്ചു തുടങ്ങണം. മിനിമം ഓഫ് 50 വേർഡ്സ്. അതാണ് ഒരു 2 വയസ്സിനുള്ളിൽ തന്നെ കുട്ടി എത്തിച്ചേരേണ്ടത്. അപ്പം ഈ പറയുന്ന മൈൽ സ്റ്റോൺസ് കവറാകാതെ അല്ലെങ്കിൽ ഉണ്ടാവാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഓക്കെ കുട്ടിക്കൊരു ഡിസോർഡർ ഉണ്ട് അല്ലെങ്കിൽ ഒരു ഡിലേ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുന്നൊരു സമയത്താണ് നമ്മൾ സ്പീച്ച് തെറാപ്പിയെക്കുറിച്ച് ആദ്യം ആലോചിക്കേണ്ടത്. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് ഇങ്ങനെ ഡിലേ സംഭവിക്കുമ്പോൾ കൊടുക്കുന്നത്? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്? പ്രധാനമായിട്ടും സ്പീച്ച് തെറാപ്പി നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കുട്ടിക്ക് എന്തുകൊണ്ടാണ് ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കോസ് ഫാക്ടർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ കോസ് ഫാക്ടേഴ്സ് പല ടൈപ്പിലുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട് ഡിലേ വരാം. മേ ബി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ് ഓട്ടിസം. അതിൻ്റെ കാരണങ്ങളും ഉണ്ടാകാം. ഇല്ല എങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻ്റ് ആൻഡ് ചൈൽഡ് ഇൻട്രാക്ഷൻ കുറയുന്നതിന് കാരണം കൊണ്ടും സ്പീച്ച് ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സംസാരിക്കുന്ന അല്ലെങ്കിൽ നോർമലി നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ അത് കണ്ട് പഠിക്കാനുള്ള ഒരു എക്സ്പോഷർ അവർക്ക് കുറയും തോറും സ്പീച്ച് ഡിസോർഡേഴ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. മാതാപിതാക്കൾ എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായിട്ടും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസ് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു എക്സ്പോഷർ, ഒരു ഇൻട്രാക്ഷൻ കൊടുക്കാൻ നമുക്ക് മീനിങ് ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ കൂടെ നമ്മൾക്ക് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പം കുഞ്ഞുങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണം, നല്ല സംസാരിക്കുന്നത് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് കാണണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രാക്ഷൻ വേണം കൊടുക്കാൻ. പൊതുവേ ഇപ്പം സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും ഒരു സ്പീച്ച് ഡിസോർഡേഴ്സ് വരുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ എക്സ്പോഷർ കൂടുന്നതാണ്. അപ്പം ഈ പറയുന്ന ഗാഡ്ജറ്റ്സിൻ്റെ യൂസേജ് പാരൻസിന് കൂടുന്നതനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് അത് കൂടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പം അവരുടെ കൂടെ ഇൻട്രാക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ മാക്സിമം ഈ പറയുന്ന ഗാഡ്ജറ്റ്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് അവരുടെ കൂടെ കളിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിസോർഡേഴ്സിനെ വരാതിരിക്കാനോ അല്ലെങ്കിൽ ഒരു കൂടുതൽ ഇവർക്ക് എക്സ്പോഷർ, മീനിങ് ഫുള്ളായിട്ടുള്ളൊരു എക്സ്പോഷർ കിട്ടുമ്പോൾ ഈ പറയുന്ന ഡിലേ കറക്റ്റ് ചെയ്യാനും ഹെൽപ്പാകും.